ഈ എടപ്പാടി പളനിസ്വാമി പറഞ്ഞതുപോലെ തന്നെ അവർ പോലീസിനെയാണ് വിമർശിക്കുന്നത്. ഇക്കാര്യത്തിൽ വിജയെ നേരിട്ട് വിമർശിക്കാൻ ഇതുവരെ ആരും ഇല്ലാത്തതാണോ? അങ്ങനെ പ്രതിഷേധം എന്തെങ്കിലും ഉയരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആ തരത്തിൽ എന്തൊക്കെ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്? വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 40 ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞിട്ടുള്ളത്. ഒരു ദുരന്തം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലി ഒരു മഹാദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 40ലേക്ക് മരണസംഖ്യ ഉയരുന്നു. ഇനി ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതേസമയം ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ടി.വി.കെ. ഗൗതമുണ്ട്. ഗൗതം, ഈ വിഷയത്തിൽ വിജയെ നേരിട്ട് കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരങ്ങൾ അവിടെ ഉയരുന്നുണ്ടോ? ആ തരത്തിൽ എന്തൊക്കെ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതിപക്ഷമല്ല, പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളൊന്നും തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പളനിസ്വാമി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ കുറച്ചുകൂടി തണുത്ത നിലപാടിലാണ് വിജയോട് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം DMK പ്രവർത്തകരും അതോടൊപ്പം തന്നെ സീമാനെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ഒപ്പം തന്നെ തോൾ തിരുമളവാളിനെ പോലെയുള്ള പ്രവർത്തകർ, നേതാക്കൾ, ഇവരൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിജയ്ക്കെതിരെ രംഗത്തെത്തിയ കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കണ്ടതാണ്. അവർ ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്തു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയത്തിലും സാമൂഹ്യ വിഷയത്തിലുമൊക്കെ സജീവമായി ഇടപെടുന്ന വിവിധ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് വിശാലിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ വിജയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വിജയുടെ വീടിന് മുൻപിൽ DMK പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നു. ഈ അപകടത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് വിജയ്ക്ക് മാത്രമാണെന്നും TVKക്ക് തുടർച്ചയായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഈ പരിപാടി നടത്തേണ്ട മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് കോടതി ഇടപെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെയാണ് ഈ പരിപാടി നടത്തിയത് എന്നുമുള്ള ആരോപണമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിജയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് DMK ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തുന്നതാകില്ല. ഗൗതം അമർകുഞ്ചമാണ് വിവരങ്ങൾ നൽകിയത്.